നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സഹായം വാഗ്ദാനം ചെയ്ത് BJP സംഘം കുട്ടനാട്ടിൽ. കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ഉറപ്പു നൽകിയതായും BJP. ധനനഷ്ടവും മാനസിക ബുദ്ധിമുട്ടും സഹിച്ച് താറാവുകളെ കൊന്നൊടുക്കാൻ കർഷകർ മുന്നോട്ട് വരുമ്പോഴും ഉദ്യോഗസ്ഥരുടെ അലംഭാവം തുടരുകയാണ്. ദയാവധം ആരംഭിച്ചു. വിരലിലെണ്ണാവുന്നവയെ കൊന്നുകത്തിച്ചു. രോഗം ബാധിച്ചവയും ചത്തവയും പാടശേഖരങ്ങളിലും പൊതുജലാശയങ്ങളിലും ചീഞ്ഞു നാറുന്നു. വാർത്തകൾ വിശദമായി. പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന കുട്ടനാട്ടിൽ BJP സംഘം സന്ദർശനം നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി B. രാധാകൃഷ്ണ മേനോനും കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് KS രാജനും അടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത്. പക്ഷിപ്പനി നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി താറാവുകളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. പൊതുസ്ഥലത്ത് താറാവുകളെ ചുട്ടുകൊല്ലുമ്പോൾ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലെന്ന് B. രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രിമാർ യോഗം ചേർന്നെങ്കിലും അത്തരത്തിലൊരു ഏകോപനം താഴെത്തട്ടിലേക്ക് ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർഷകരുടെ ആശങ്ക അകറ്റുന്നതിനും കർഷകർക്കുണ്ടാവുന്ന നഷ്ടം നികത്തുന്നതിനുമുള്ള സഹായം നൽകുമെന്ന് കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സംസ്ഥാനത്ത് ജനങ്ങളെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയ തരത്തിൽ പക്ഷിപ്പനിയെ കുറിച്ചിട്ടുള്ള വാർത്തകൾ പ്രചരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്ര ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു പൊതുസ്ഥലത്ത് വെച്ച് തന്നെ ഇതിനെ ചുട്ടുകൊല്ലുന്ന അടക്കമുള്ള നടപടി സ്വീകരിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പോലും ആവശ്യമായ പ്രതിരോധ മരുന്നുകളോ അവരുടെ ഉത്കണ്ഠ പരിഹരിക്കാൻ ഉതകുന്ന നടപടികളോ സ്വീകരിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനു വേണ്ടി മന്ത്രിമാർ യോഗം ചേർന്നു എന്നതിൽ കവിഞ്ഞ് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പും കാർഷിക വകുപ്പും അടക്കമുള്ള വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനത്തോടുകൂടി ഈ കാര്യത്തിലൊരു പ്രവർത്തനം ഈ പ്രദേശങ്ങളിൽ നടക്കുന്നതായി കാണുന്നില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനും കർഷകരുടെ താൽപര്യം സംരക്ഷിക്കാനും ഉതകുന്ന നടപടികൾ സത്വരം സ്വീകരിച്ചു വരുന്നുണ്ട് എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. കേന്ദ്ര കൃഷിമന്ത്രിക്ക് നൽകുവാനുള്ള താറാവ് കർഷകരുടെ നിവേദനം നേതാക്കൾക്ക് കൈമാറി. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വെള്ളിയാംകുളം പരമേശ്വരൻ, K. സോമൻ, TK അരവിന്ദാക്ഷൻ, MR സജീവ്, സന്തോഷ് പറമ്പിശ്ശേരി, അഡ്വക്കേറ്റ് സുദീപ്, D. പ്രസന്നകുമാർ, രാജശേഖരൻ എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. താറാവുകളെ നശിപ്പിക്കുന്നതിനായി കർഷകർ മുന്നോട്ട് വരുമ്പോൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ലെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. പ്രതിഭാഹരി നെടുമുടിയിൽ KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അവർ. H5N1 വൈറസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വൈറസിനെ നമ്മൾ കുഴിച്ചു മൂടിയിട്ടാൽ ഭാവിയിൽ കുട്ടനാട്ടിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയുണ്ട്. അപ്പൊ അതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് ഇവരെ സഹായിക്കുക. കൊല്ലാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെ രോഗം ബാധിച്ചവയെ കൊല്ലുകയും സാധ്യതയുള്ളവയെ കൊല്ലുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കൊന്നുകൊണ്ട്. അല്ലാതെ ഇത് 20 ദിവസം എടുത്ത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം 10-ാം തീയതി റിപ്പോർട്ട് ചെയ്ത താറാവിന്റെ അസുഖം ജില്ലാ ഓഫീസർ വന്ന് നോക്കുന്ന 25-ാം തീയതി. അതുപോലാണെങ്കിൽ കുട്ടനാട് മുഴുവൻ ഈ രോഗം വ്യാപിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോകുന്നത് ശരിയല്ല. ഇപ്പോഴും കുട്ടനാട്ടില് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരുപാട് താറാവുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് താറാവ് കർഷകർ ഇപ്പൊ തയ്യാറായി. കാരണം അവരെ ഈ ഒരു പ്രശ്നത്തെ മുൻനിർത്തി അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇത് വ്യാപകമായിട്ട് വരില്ലെന്നും മനുഷ്യരിലേക്ക് വരില്ല എന്നൊക്കെ താറാവ് കർഷകർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു പ്രത്യേക പ്രശ്നത്തെ മുൻനിർത്തി ലോകത്താകമാനം തുടരുന്ന ഒരു മാതൃകയോട് അവർ മനസ്സുകൊണ്ട് യോജിച്ചു വന്നപ്പോൾ അവരെ അലട്ടുന്ന പ്രശ്നം മണിക്കൂർ എടുക്കുമ്പോൾ പോലും 100-250 താറാവ് മാത്രമേ ഇവിടെ കൊല്ലാൻ കഴിയുന്നുള്ളൂ.
അപ്പോൾ 250-300 താറാവിനെ കൊല്ലാം. അവർ നേരത്തെ പറഞ്ഞില്ല, അവർ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിനെ കൊല്ലാൻ അനുവാദം തന്നാൽ, കൃത്യമായ കണക്കെടുപ്പ് ഇതിന്റെ വകുപ്പ് നടത്തിയാൽ ഞങ്ങൾ 3 മണിക്കൂർ കൊണ്ട് 10,000 താറാവിനെ അവർക്ക് തന്നെ കൊല്ലാൻ കഴിയും. എന്തുകൊണ്ട് നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല? പിന്നെ ഇപ്പൊ കുട്ടനാട്ടിൽ ഇത്ര ഒരു സിറ്റുവേഷൻ ഉള്ളപ്പം ഇതുപോലെ കൂടുതൽ വിറക് വാങ്ങിച്ചത് കത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു ഇൻസിനറേറ്റർ സംവിധാനത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? മൊബൈലായിട്ടാണെങ്കിൽ അതുകൊണ്ട് ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത്ര ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് ചെയ്തു? ഇത് ശരിക്കും ഒരു അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നമല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അവര് ഇവിടെ വരികയും അത്തരം ചില കാര്യങ്ങൾ മൊബൈലായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഇപ്പൊ പറയുന്നു, കുഴിച്ചു മൂടാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആശങ്ക, മെഡിക്കൽ IMAയുടെ പ്രതിനിധികളൊക്കെ തന്നെ പറയുന്നു ഈ വൈറസ് പ്രശ്നമാണ്. താറാവുകളെ കൊന്നുകത്തിക്കുന്ന പ്രവർത്തനം മന്ദഗതിയിലാണ് നടക്കുന്നത്. 6 മണിക്കൂർ കൊണ്ട് കേവലം 1000-ന് താഴെ താറാവുകളെ മാത്രമാണ് നശിപ്പിക്കുവാൻ സാധിക്കുന്നത്. താറാവുകളെ കൊല്ലുന്നതിന് ആവശ്യമായ മരുന്ന് കർഷകർക്ക് വിതരണം ചെയ്താൽ ഈ പ്രവർത്തനം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും പ്രതിഭാഹരി പറഞ്ഞു. പ്രതിരോധ നടപടികൾ മന്ദഗതിയിൽ, പ്രതിഷേധവുമായി കർഷകർ. നെടുമുടിയിൽ വ്യാഴാഴ്ച കൊന്നു സംസ്കരിച്ച താറാവുകളുടെ എണ്ണം 2000-ൽ താഴെയാണ്. പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായാണ് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ രോഗബാധ കണ്ടെത്തിയ പ്രദേശത്തെ താറാവ് ഉൾപ്പെടെയുള്ള വളർത്തുപക്ഷികളെ കൊന്ന് കരിക്കാൻ തീരുമാനമെടുത്തത്. H5N1 ഇനത്തിൽപ്പെട്ട ഏവിയൻ ഇൻഫ്ലുവൻസ ഇനത്തിൽപ്പെട്ട അതിമാരകമായ വൈറസുകളാണ് പക്ഷികളിൽ രോഗം പടർത്തുന്നത്. രോഗബാധയേറ്റ പക്ഷിയിൽ നിന്നും 1 കിലോമീറ്ററിലധികം വൈറസുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതിനാൽ തന്നെ രോഗം കണ്ടെത്തിയ പ്രദേശത്ത് താറാവ്, കോഴി, ടർക്കി, കാട തുടങ്ങിയ വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്നു കത്തിച്ചു കളയുക എന്ന പോംവഴി മാത്രമാണ് മൃഗസംരക്ഷണ വകുപ്പിനും അതേപോലെ ആരോഗ്യ വകുപ്പിനും മുന്നിലുള്ളത്. 1970-കളിലാണ് പക്ഷിപ്പനി ലോകത്ത് ആദ്യമായി കണ്ടെത്തിയത്. 1997-ൽ ഹോങ്കോങ്ങിൽ പടർന്നു പിടിച്ചതും 2003-2004 കാലത്ത് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലും പടർന്നു പിടിച്ചത് H5N1 ഇനത്തിൽപ്പെട്ട വൈറസ് തന്നെയാണ്. മനുഷ്യ ശരീരത്തിലേക്ക് പകരാൻ സാധ്യത കൂടിയ വൈറസാണ് H5N1 ഇനത്തിൽപ്പെട്ട ഏവിയൻ ഇൻഫ്ലുവൻസ. മനുഷ്യ ശരീരത്തിന് H5N1-നെതിരെ പ്രതിരോധശേഷി കുറവാണ് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ വിദഗ്ധർ പറയുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലകളിലെ വളർത്തുപക്ഷികളെ കൊന്നു സംസ്കരിക്കുന്ന ജോലി ഒച്ചിഴയും പോലെയാണ് നീങ്ങുന്നത്. നെടുമുടിക്ക് സമീപം 11,000 താറാവുകളുള്ള പാടത്ത് വ്യാഴാഴ്ച കൊല്ലാൻ സാധിച്ചത് 2000-ൽ താഴെ താറാവുകളെ മാത്രമാണ്. താറാവുകളെ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം വിറക് ഉപയോഗിച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ താറാവുകളെ ദഹിപ്പിക്കുന്നതിനാവശ്യമായി വിറകെത്തിക്കാൻ പോലും നെടുമുടിയിൽ സാധിച്ചിട്ടില്ല. നെടുമുടിയിൽ താറാവിനെ സംസ്കരിക്കാൻ താമസമുണ്ടായതിനെ തുടർന്ന് കർഷകരും ഉദ്യോഗസ്ഥരും തമ്മിൽ പലതവണ വാക്കേറ്റമുണ്ടായി. താറാവിനെ കൊല്ലാനുള്ള മരുന്ന് എത്തിച്ചു കൊടുത്താൽ 1 ദിവസം കൊണ്ട് താറാവുകളെ കൊന്നുതരാമെന്നാണ് കർഷകർ പറയുന്നത്. താറാവുകളെ കൊന്നത് പക്ഷിപ്പനിയല്ല, ഞങ്ങളുടെ താറാവുകളെ കൊന്നൊടുക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ 2-3 ദിവസം വരെ ഞങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി. ഇത് പക്ഷിപ്പനിയാണെന്ന് കേന്ദ്രീകരിച്ചിട്ട് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഈ കുട്ടനാട്ടിൽ കിടക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇത് മനുഷ്യനിലേക്ക് പകരുവോ അല്ലെ വേറൊരു തരത്തിൽ വരുവോ ചെയ്ത് ഞങ്ങൾക്കും അത് ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ കൊന്നൊടുക്കാൻ ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് തരാവുന്ന ആനുകൂല്യം ഞങ്ങൾക്ക് തരാവുന്ന അത് തരുന്നതോടൊപ്പം തന്നെ ഇതിനെ നല്ല രീതിയിൽ കൊല്ലാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം. 4-5 ഡോക്ടർമാരും 5-10 ജീവനക്കാരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് അവരിങ്ങോട്ട് വന്നിട്ട് കൊല്ലുന്നത് 10, 200, 300, 400 താറാവിനെയാണ്. 10,000 താറാവുകളുടെ കൂട്ടമാണ് കുട്ടനാട്ടിൽ കിടക്കുന്നത്. ഈ 500 എണ്ണത്തിനെ വെച്ച് കൊന്നാൽ 20 ദിവസം വേണം 10,000 താറാവിനെ കൊല്ലാൻ. അതിന്റെ കൊല്ലുന്നതിന്റെ കണക്കാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 10,000 താറാവ് 500 എണ്ണത്തിനെ കണ്ടു, ഷോ കണ്ടു, എല്ലാ മീഡിയയും വന്നു, എല്ലാ മീഡിയയും റിപ്പോർട്ട് ചെയ്തു, എല്ലാം ചെയ്തു. സംഗതികളെല്ലാം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാഫുകളുമായിട്ട് ഞങ്ങൾ കരക്കോട്ട് പോണ സാഹചര്യത്തിൽ ഓരോ വീട്ടുകാരും 10, 50, 100 വീതം അവരടിച്ച് അവരുടെ വീട്ടുകളിൽ കയറ്റിയാൽ ഞങ്ങൾ ഈ എണ്ണത്തിന് എവിടെ പോകും? 10,000 താറാവിനെ 1-2 ദിവസം കൊണ്ട് കൊന്നൊടുക്കേ, അല്ലെങ്കിൽ അതിന് ആവശ്യമായ മരുന്ന് വിഷം ഞങ്ങളുടെ കയ്യിത്താ. ഞങ്ങൾ 10,000 താറാവിനെ 3 മണിക്കൂർ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് ഞങ്ങൾ കൊന്നുതരാം. അന്തരീക്ഷ മലിനീകരണ സാധ്യതയും മതിയായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാൻ സാധിക്കാത്തതിനെയും തുടർന്ന് വെള്ളിയാഴ്ച മുതൽ താറാവുകളെ കുഴിച്ചിടാനാണ് തീരുമാനമെന്ന് കളക്ടർ പറഞ്ഞു. തലവടി 9-ാം വാർഡിൽ വർഗീസിന്റെ 35 ദിവസം പ്രായമായ 2,500ഓളം താറാവിൻ കുഞ്ഞുങ്ങളെ വ്യാഴാഴ്ച കൊന്ന് സംസ്കരിച്ചു. ഇവിടം സന്ദർശിക്കാനെത്തിയതായിരുന്നു ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ. അതുല്യം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഇൻസ്ട്രക്ടർമാർക്കുള്ള പരിശീലന പരിപാടി നടന്നു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PT ജോസഫ്,
KRPമാരായ ടി മനു, സുഷമ സുധാകരൻ, നിർമ്മല ഗണേഷ്, പുഷ്പ ബൈജു, സുശീല എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രേരക് അർച്ചന ഉഷാകുമാരി, ഗിരിജാകുമാരി എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസിക്കുക എന്ന് പറയുന്നത് അത് വേറൊരു തലമാണ്. അപ്പൊ മരണം വരെ നമുക്ക് തുടർന്നുകൊണ്ട് പോകാവുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്. വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണ്. ഇന്ന് നമുക്കറിയാം, മൂല്യബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലുള്ളത്. പത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളുണ്ട്, നമ്മുടെ അമ്മമാരുണ്ട്, ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പണ്ടൊന്നും കേൾവിയില്ലാത്ത പല കാര്യങ്ങളുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പറഞ്ഞതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിവേഗം ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടാവണം, അറിവുണ്ടാവണം. അതുണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കുറെ ഒക്കെ പ്രതിരോധിക്കുക, ഈ കാര്യങ്ങളെ കുറെയൊക്കെ പ്രതിരോധിക്കുവാനായിട്ട് തന്നെ സാധിക്കും. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ രംഗത്തെ മൂല്യച്യുതിയാണ് സമൂഹത്തിലുണ്ടാകുന്ന അപജയത്തിന് കാരണമെന്ന് അവർ പറഞ്ഞു. തരിശുപാടത്ത് കൃഷി ഇറക്കാൻ കർഷക കൂട്ടായ്മ. പുളുങ്ങുന്ന് കൃഷിഭവന്റെ കീഴിലുള്ള 75 മാണിക്യമംഗലം പാടശേഖരത്താണ് തരിശുരഹിത പാടം പദ്ധതിയുടെ ഭാഗമായി നിലം കൃഷിയോഗ്യമാക്കുന്നത്. പരിസരവാസികൾക്ക് പകർച്ചവ്യാധികൾ സമ്മാനിച്ചുകൊണ്ട് വളരെ വർഷങ്ങളായി തരിശു കിടന്നിരുന്ന പുളങ്ങുന്ന് മാണിക്യമംഗലം പാടത്താണ് കൃഷി ഇറക്കുന്നത്. രാമങ്കരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മധു ജോർജ് മത്തായി നിലമൊരുക്കൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാറിന്റെ പ്രത്യേക നിർദ്ദേശവും താൽപര്യവുമാണ് ഈ പാടത്ത് കൃഷിയൊരുക്കാൻ കാരണമായത് എന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് രാജേഷ് മങ്ങാട് പറഞ്ഞു. പുളുങ്ങുന്ന് കൃഷിഭവന്റെ പരിധിയിൽപ്പെട്ട 75 മാണിക്യമംഗലം പാടശേഖരം കഴിഞ്ഞ കുറെ കാലങ്ങളായി കൃഷിയില്ലാതെ കടകൾ കയറി മൂടിക്കിടന്ന അവസ്ഥയിലായിരുന്നു. ബഹുമാനായ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശാനുസരണം, അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപര്യപ്രകാരം കേരള സർക്കാരിന്റെയും കൃഷിഭവന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ സംയുക്തമായിട്ടുള്ള സഹകരണത്തോടുകൂടി ഈ പാടം തരിശുരഹിതമാക്കി കൃഷി ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് പാടശേഖര സമിതി. കൃഷി അസിസ്റ്റന്റ് സരിതാഭായ്, സൂര്യകുമാർ വെള്ളാപ്പള്ളി, മുരളി എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല.
പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീധന നിരോധന ഗാർഹിക പീഡന നിരോധന ദിനവും സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO ഹാളിലാണ് പരിപാടി നടന്നത്. ജി സുധാകരൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് പരിപാടികളെല്ലാം ഒരു സാങ്കേതിക പരിപാടി മാത്രമാണ്. അതിൽ ബഹുജന പങ്കാളിത്തം പലപ്പോഴും കുറവായിരിക്കും. കാരണം അതങ്ങനെയാണ് സംഘടിപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളും നഗരപാലിക സംവിധാനങ്ങളും ചേർന്നാണ് ഈ ദിനാചരണം നടത്തുന്നത്. പക്ഷേ പഞ്ചായത്ത് രാജിനോ നഗരപാലികയ്ക്കോ ഒരു സംഭാവനയും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അനുഭവം. നമ്മുടെ ജില്ല 1000-ലേറെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അതിൽ 50% വനിതകളാണ്. അവരാരും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലൊരു 200-ഓളം നഗരസഭാംഗങ്ങളുണ്ട്. 5 നഗരസഭകളുണ്ട്. അവരുടെ പ്രാതിനിധ്യവും ശുഷ്കമാണ്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ M രാധാമണി അധ്യക്ഷയായി. C അരവിന്ദാഷൻ, ഹസീന അമാൻ, AJ ബാബു ജോസഫ്, S അജി, അഡ്വക്കേറ്റ് O ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. വിജിലന്റാകുന്ന വിജിലൻസ്. ആലപ്പുഴ വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ ജില്ലയിലെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടതോടെ താഴെത്തട്ടിലുള്ള കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരും ഭീതിയിലാണ്. അമ്പലപ്പുഴ അഡീഷണൽ തഹസിൽദാറാണ് ഏറ്റവും ഒടുവിൽ ആലപ്പുഴ വിജിലൻസിന്റെ വലയിൽ വീണത്. ആലപ്പുഴ തിരുവാമ്പാടി സ്വദേശി ഗോപനിൽ നിന്ന് കൈക്കൂലി വാങ്ങുമ്പോഴാണ് തഹസിൽദാരായ V സുഗുണൻ വിജിലൻസ് പിടിയിലായത്. ഹൌസ് ബോട്ടിന്റെ നികുതി കുടിശ്ശിക കുറവ് ചെയ്തു കൊടുക്കുന്നതിന് 30,000 രൂപ കൈക്കൂലി വാങ്ങിയതിന് കഴിഞ്ഞ തിങ്കളാഴ്ച പിടിയിലായ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ ഇപ്പോൾ റിമാൻഡിലാണ്. ആലപ്പുഴ വിജിലൻസ് DYSPയായി 1 വർഷം മുമ്പ് K അശോക് കുമാർ ചാർജ് എടുത്തതോടെയാണ് അന്വേഷണങ്ങൾ ഊർജിതമായത്. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം ആലപ്പുഴ ടൗൺ ഹാളിൽ ബുധനാഴ്ച നടന്നു. 5001 അംഗ ജനറൽ കമ്മിറ്റിയും 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉൾപ്പെടുന്നതാണ് സ്വാഗത സംഘം. 2015 ഫെബ്രുവരി 20 മുതൽ 23 വരെയാണ് സംസ്ഥാന സമ്മേളനം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ചെയർമാനും G സുധാകരൻ ജനറൽ സെക്രട്ടറിയുമായിരിക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതാണ് ഇവിടെ ഉണ്ടായ പക്ഷിപ്പനിയുടെ കാര്യത്തിലടക്കം നമുക്ക് കാണാൻ കഴിയും. ഇതുപോലൊരു ദുരിതം വരുമ്പോൾ അതിജാഗ്രതയോടെ ഇടപെടേണ്ട ഗവൺമെന്റിനെ കാണാത്ത അവസ്ഥയാണ് നമുക്ക് ഉള്ളത്. ഇത് ഈ പ്രശ്നത്തിൽ മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളിലും ഇത്തരം നിലപാടുകൾ കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഇതിനെതിരെയുള്ള ശക്തമായ നീക്കം, ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതായിരുന്നു. അതോടൊപ്പം അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുന്നു. ഏത് അഴിമതി ഈ കേരളത്തിൽ ഉണ്ടായാലും അതിന്റെ ഒരറ്റത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പലതും ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ അഴിമതിയുടെ കൂടാരമായി ഒരു ഗവൺമെന്റ് മാറുന്നു. മുഖ്യമന്ത്രി തന്നെ അഴിമതിയുടെ വക്താവായിട്ട് മാറുന്നു. അപ്പോ ഓരോ മന്ത്രിയും ഇത് തന്നെ അവസരം എന്ന് കണക്കാക്കി തട്ടിയെടുക്കാനുള്ളതെല്ലാം തട്ടിയെടുക്കാൻ തയ്യാറാകുന്നു. ഇങ്ങനെ നമ്മുടെ നാടിനെ തകർക്കുന്നു, ജനങ്ങളെ ആകെ തകർക്കുന്നു. ഇതിനെതിരെയും ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഘട്ടമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വിശ്വൻ, EP ജയരാജൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ TM തോമസ് ഐസക് MLA അധ്യക്ഷനായി. CB ചന്ദ്രബാബു, CM ദിനേശ് മണി തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നമട ഭഗവതി പാടത്ത് ചത്തടിഞ്ഞ താറാവിൻ കൂട്ടത്തെ സംസ്കരിക്കാൻ അധികൃതർ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് CPM കർഷക സംഘം നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഉപരോധിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും പാടശേഖരത്ത് ആയിരക്കണക്കിന് താറാവുകൾ ചത്തുകിടക്കുകയാണ്. കളക്ടറേറ്റ് ഉപരോധത്തെ തുടർന്ന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും പാടശേഖരത്ത് താറാവുകൾ ചീഞ്ഞു നാറുകയാണ്. ATM കൗണ്ടറിൽ കവർച്ചാശ്രമം. തലവടി നീരേറ്റുപുറം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടറിലാണ് മോഷണ ശ്രമം നടന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം ഇതിലെ വന്ന ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അസമയത്ത് ATMൽ നിൽക്കുന്ന യുവാവിനെ കണ്ട സംശയം തോന്നി. ഇതേ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൗണ്ടർ കുത്തി തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. എടത്വ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ചെമ്പുംപുറം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പൊങ്ങ SNDP ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെടുമുടി പഞ്ചായത്ത് 2-ാം വാർഡിൽ എലിപ്പനി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെമ്പുംപുറം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരായ കണ്ണൻ, സിന്ധു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. പുന്നപ്ര ശാന്തി ഭവൻ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ചെന്നൈയിലെ വ്യവസായിയായ കുഞ്ഞറിയ വാച്ചാപറമ്പിലാണ് കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഫാദർ പയസ് കെട്ടിടത്തിന്റെ ശിലാഫലകം വെഞ്ചരിച്ചു. 30ഓളം മുറികൾ, ഹാളുകൾ, പ്രാർത്ഥനാലയം, ഡൈനിങ് ഹാൾ എന്നിവ അടങ്ങുന്ന കെട്ടിടത്തിന് 2.5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന ഈസ്റ്ററിനോടനുബന്ധിച്ച് കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചടങ്ങിൽ മാത്യു കുഞ്ചറിയ, റെബേക്ക, മാത്യു ആൽബിൻ, മേരി ആൽബിൻ, ഫാദർ തമ്പി കല്ലുപുരയ്ക്കൽ, കൈനകരി അപ്പച്ചൻ, പ്രസാദ് പോത്തൻ എന്നിവർ പങ്കെടുത്തു. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് വിഗ്രഹ ഘോഷയാത്ര നടന്നു. പരിയാത്തിട്ട വീരഭദ്രസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. തുടർന്നു നടന്ന ഭദ്രദീപ പ്രകാശനം MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ KS ഇന്ദു നിർവഹിച്ചു. ചരമവാർത്തകൾ. കൈനകരി തോട്ടുവാത്തല മാമൂട്ടിൽച്ചിറ വീട്ടിൽ PM പൊന്നപ്പൻ 62 വയസ്സ് നിര്യാതനായി സംസ്കാരം നടത്തി. തലവടി ആനപ്രമ്പാൽ തെക്ക് നാലാങ്കൽ NK പൊന്നമ്മ 94 വയസ്സ് നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 12-ന് വീട്ടുവളപ്പിൽ. പൂവം AC കോളനി നമ്പർ 101-ൽ ഗോവിന്ദൻ ഭാസ്കരൻ 86 വയസ്സ് നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 9-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സഹായം വാഗ്ദാനം ചെയ്ത് BJP സംഘം കുട്ടനാട്ടിൽ. കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ഉറപ്പു നൽകിയതായും BJP. ധനനഷ്ടവും മാനസിക ബുദ്ധിമുട്ടും സഹിച്ച് താറാവുകളെ കൊന്നൊടുക്കാൻ കർഷകർ മുന്നോട്ട് വരുമ്പോഴും ഉദ്യോഗസ്ഥരുടെ അലംഭാവം തുടരുകയാണ്. ദയാവധം ആരംഭിച്ചു. വിരലിലെണ്ണാവുന്നവയെ കൊന്നുകത്തിച്ചു. രോഗം ബാധിച്ചവയും ചത്തവയും പാടശേഖരങ്ങളിലും പൊതുജലാശയങ്ങളിലും ചീഞ്ഞു നാറുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.